Hi, hello friends, welcome back to my channel. Today I am here with the second part of the video lecture series on the social history of England. In the last class we have seen the lives and history of Iberians, Celts and Romans. Today we are going to see the history of the Anglo-Saxons. Okay, let's get started. The Anglo-Saxons. Their period began in the 5th century. ആംഗ്ലോ-സാക്സൺസ് എന്ന് പറയുന്നത് 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ചേർന്നിട്ടാണ് ഒരു വലിയ സംഘമായി മാറിയിരിക്കുന്നത്. ആരൊക്കെയാണത്? ഏതൊക്കെ ഗ്രൂപ്പ്സാണത്? ഏംഗൽസ്, സാക്സൺസ് ആൻഡ് ജൂഡ്സ്. ഇവരെല്ലാം കൂടി ചേർന്നിട്ടാണ് ആംഗ്ലോ-സാക്സൺസ് എന്നൊരു കോമൺ നെയിം എടുത്ത് നിൽക്കുന്നത്. നമുക്ക് കാണാം ഇവർ വരുന്നത് ബേസിക്കലി ഫ്രം ദ റീജിയൻ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ജർമ്മനി. ഇന്നത്തെ കാലത്തെ ജർമ്മനി, ഡെൻമാർക്ക് ഈ ഒരു റീജിയനിൽ നിന്നാണ് അവർ വരുന്നതെന്ന് നമുക്ക് കാണാം. സോ ദേ വെയർ ബേസിക്കലി ജർമാനിക് ട്രൈബ്സ് ആൻഡ് ദേ വെയർ barbaric in nature. They were barbaric Teutons. They were uncivilized, they were uncouth, and these people had already started attacking the southern coast of Britain in the 3rd century. 3rd centuryയിൽ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കങ്ങനെ വിജയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ 5th century ആയപ്പോഴേക്ക് നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലണ്ടിൻ്റെ ഭൂരിഭാഗം ഏരിയാസും അവരുടെ കയ്യിലാണ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഏരിയ കോൺക്വർ ചെയ്യുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ദാറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് ആംഗ്ലോ-സാക്സൺസ്. ഓക്കെ, നമുക്ക് കാണാം അവർ ഗ്രാജ്വലി അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു റോമൻ സിവിലൈസേഷനുണ്ട് അല്ലേ, ഒരു റൊമാനോ ബ്രിട്ടീഷ് സിവിലൈസേഷനുണ്ട്. അതിനവർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. ആൻഡ് വാട്ട് ദേ ഡിഡ് വാസ് ദേ ട്രൈ ടു എസ്റ്റാബ്ലിഷ് എ കൾച്ചർ, എ സിവിലൈസേഷൻ ഓഫ് ദെയർ ഓൺ. അവരുടേതായ ഒരു കൾച്ചർ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി ആൻ അഗ്രികൾച്ചറൽ വൺ. ദീസ് പീപ്പിൾ വെയർ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് അപ്പോൺ ദ അഗ്രികൾച്ചർ. സോ അവരെന്തെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന കൾച്ചറിലും അവർ കൊണ്ടുവന്ന സിവിലൈസേഷനിലും ഒക്കെ തന്നെ അതെല്ലാം കാർഷിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ആൻ അഗ്രികൾച്ചറൽ വൺ. എന്തായാലും ദീസ് പീപ്പിൾ ഏംഗൽസ്, ജൂഡ്സ് ആൻഡ് സാക്സൺസ് ഈ 3 ട്രൈബ്സ് വന്ന് താമസിച്ച ഒരു റീജിയൻ. അതിനകത്ത് ഏംഗലിന് പ്രത്യേകം ഓർക്കുക, കാരണം ഏംഗൽ വന്ന് താമസിച്ച ലാൻഡിന് പറയുന്ന പേര് ഏംഗൽ ലാൻഡ് എന്നാണ്. പിന്നീട് അത് ഗ്രാജ്വലി എന്തായി മാറി? ഇംഗ്ലണ്ട് എന്നായി മാറി. ഏംഗൽ ലാൻഡ് ബിക്കെയിം ഇംഗ്ലണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പേര് വരുന്നത് ഏംഗൽസിൻ്റെ വരവോടുകൂടിയാണ്. എന്തായാലും ഇവർ നമ്മൾ അൺകൂത്താണ്, അൺസിവിലൈസ്ഡ് ആണ്, ബാർബേറിക് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും even though they were less civilized than Romans, they had a system of self-government. They had a very effective local self-government system in which we can see the king or the kingship at the apex, the kingship at the zenith or the peak. And he had a council. The king had a council and it is known as the Witan or the Witan. Okay. പിന്നെയോ ദ ഷയർ, ദ 100, ദ ടൗൺഷിപ്പ്. ഇതാണൊരു ഓർഡർ. കിങ് അറ്റ് ദ അപെക്സ്, തൊട്ട് താഴെ ആര്? വിറ്റാൻ, ദെൻ ഷയർ, 100, ടൗൺഷിപ്പ്. ഇതായിരുന്നു ഒരു ഓർഡർ എന്ന് പറയുന്നത്, അവിടുത്തെ ഹയറാർക്കി എന്ന് പറയുന്നത്. ആൻഡ് ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഒരു കിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹീ വാസ് ദ സുപ്രീം പവർ ആൻഡ് ഹീ വാസ് വെസ്റ്റഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ. എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവും ജുഡീഷ്യലുമായിട്ടുള്ള എല്ലാ പവേഴ്സും ആരുടെ കയ്യിലാണ്? കിങ്ങിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഇവരെന്ന് വെച്ചാൽ ബേസിക്കലി അവർക്കൊരു ഏർജ് ഉണ്ട്. എന്തിനോടാണ് അവരുടെ ഒരു ഏർജ് എന്ന് വെച്ചാൽ അവർക്ക് ബേസിക്കലി ഒരു ടേസ്റ്റ് ഫോർ ബാറ്റ്ലിംഗ് ഉണ്ട്. അവർക്ക് ഫൈറ്റിങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യമാണ്. സോ ദീസ് പീപ്പിൾ കംപ്ലീറ്റ്ലി ഇൻഡൾജ്ഡ് ഇൻ വാർഫെയറിങ് ആൻഡ് വാർസ് ആൻഡ് ബാറ്റിൽസ്, ആർമറി മേക്കിംഗ്. സോ അവരുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും കിടക്കുന്നത് എവിടെയാണ്? യുദ്ധക്കളത്തിലാണ്. അതിനോടാണ് അവർക്കൊരു താല്പര്യം കൂടുതലുള്ളത്. സോ പരസ്പരം പോരടിക്കുകയും ഒപ്പം മറ്റ് റീജിയൻസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയൊക്കെ അവർ അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരിങ്ങനെയൊക്കെ ആണെങ്കിലും ഇവർക്കൊരു പോസിറ്റീവ് സൈഡുണ്ട്. അതെന്ന് വെച്ചാൽ their approach towards the women. അതാണ് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. The women were treated with respect and they had property rights.
These women were treated with respect and they were given liberties as they were permitted to the private as well as the public affairs. അവർക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള അതുപോലെ പബ്ലിക് ആയിട്ടുള്ള എല്ലാ അഫയേഴ്സിലും ഇടപെടാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. They had property rights and many of these women were land owners as well. ഓക്കെ, അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വിമൻ വെയർ ഓഫ് ഓൾമോസ്റ്റ് ഈക്വൽ സ്റ്റേറ്റസ് ആസ് ദാറ്റ് ഓഫ് മെൻ. പക്ഷേ നമുക്ക് ഈ ഒരു വിമൻ്റെ ഒരു അപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം നോർമൻ കോൺക്വസ്റ്റൊക്കെ വരുന്നതോടുകൂടി വിമൻ്റെ പൊസിഷൻ കംപ്ലീറ്റ്ലി അങ്ങ് താഴെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, എന്തായാലും ഇവർ വിമനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിരുന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇവർ പിന്നീട് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ദ ആംഗ്ലോ-സാക്സൺസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ഓൾ ദോസ് സൈൻസ്, ഓൾ ദോസ് സിമ്പിൾസ്, ഓൾ ദ വെസ്റ്റീജസ് ഓഫ് റോമൻ സിവിലൈസേഷൻ. ആൻഡ് ക്രിസ്ത്യാനിറ്റി വരുന്നതിന് ശേഷമാണ് പിന്നെ ഇംഗ്ലണ്ടിന് ഒരു റിജുവനേഷൻ ഉണ്ടാവുന്നത്. സോ അതുവരെയുള്ള എല്ലാം തന്നെ ആംഗ്ലോ-സാക്സൺസ് തച്ചു തകർക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. കംപ്ലീറ്റ്ലി ആ നാടിനെ ഒരു ബാരൻ ലാൻഡാക്കി അവർ മാറ്റി. Okay, moving on. We can see Anglo-Saxons established kingdoms. There were major 7 kingdoms. It is known as Anglo-Saxon hephtarchy. Okay, Anglo-Saxon hephtarchyയിൽ പ്രധാനമായിട്ടും 7 രാജ്യങ്ങളാണുള്ളത്. ഹെപ്റ്റാർക്കി ആകുമ്പോഴെപ്പോഴും 7 ആണല്ലോ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? എസെക്സ്, വെസെക്സ്, സസെക്സ്, ഈസ്റ്റ് ആംഗ്ലിയ, മെർസിയ, നോർത്തംബ്രിയ, ദെൻ കെൻറ്റ്. 7 ഓക്കെ, ഇത് പഠിച്ചിരിക്കണം, ഇത് ആവശ്യമാണ് നമുക്ക്. ഏതൊക്കെയാണ്? എസെക്സ്, വെസെക്സ്, സസെക്സ്. ഇവർ വന്നിട്ട് ഈ 3 പേര് വന്നിട്ട് സാക്സൺസ് എന്ന് പറയുന്ന ട്രൈബിലെ ആൾക്കാരാണ് ഇവർ. ഇവർ വന്നിട്ട് നമ്മുടെ ലണ്ടൻ്റെ വെസ്റ്റ് പാർട്ടിലും അതുപോലെ സദേൺ പാർട്ടിലുമാണ് ഇവർ സെറ്റിൽ ഡൗൺ ചെയ്തത്. ഓക്കെ, ആരൊക്കെയാണ്? എസെക്സ്, വെസെക്സ്, സസെക്സ്. ഇവരെന്ന് പറയുന്നത് സാക്സൺ ഗ്രൂപ്പിലെ ടീംസാണ്. ഇവർ താമസമാക്കുന്നത് ലണ്ടൻ്റെ സദേൺ റീജിയൻ ആൻഡ് വെസ്റ്റേൺ റീജിയനിലാണെന്ന് മനസ്സിലാക്കാം. ദെൻ വി ഹാവ് ഈസ്റ്റ് ആംഗ്ലിയ, മെർസിയ, നോർത്തംബ്രിയ. ഇവരെന്ന് പറയുന്നത് എംഗിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ആൾക്കാരാണ്, എംഗിൾസ്. ആൻഡ് ദീസ് പീപ്പിൾ സെറ്റിൽ ഡൗൺ ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ റീജിയൻ വെയർ ദ സാക്സൺസ് സെറ്റിൽഡ്. സാക്സൺസ് വന്ന് സെറ്റിൽ ചെയ്തതിൻ്റെ നോർത്തേൺ റീജിയനിലാണ് ഇവർ പോയി സെറ്റിൽ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കിങ്ഡം ഈസ് കെൻറ്റ്. ആരാണ്? ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അല്ലേ, അതാണ് കെൻറ്റ് എന്ന് പറയുന്നത്. അത് ഓഫ് കോഴ്സ് നമുക്കറിയാം, അത് ജൂഡ്സിൻ്റെ ഒരു ട്രൈബാണ്, ജൂഡ്സിൻ്റെ ഒരു കിങ്ഡമാണ്. ഓക്കെ, അപ്പോൾ സാക്സൺസിൻ്റെ 3 കിങ്ഡം, ഏംഗിൾസിൻ്റെ 3 കിങ്ഡം, പിന്നെ ജൂഡ്സിൻ്റെ ഒരു കിങ്ഡം, ഇത്രയും കൂടെ ചേർന്നിട്ടൊരു ഹെപ്റ്റാർക്കിയാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്തത്. ഓക്കെ, വിത്ത് നോ മ്യൂച്വൽ അമിറ്റി എമംഗ് ദം, one or other of the kingdoms established dominion over the rest. ഇതായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് കാണാം ഇവരുടെ ഒരു മാപ്പിൽ ഇവരുടെ ഒരു കിങ്ഡംസ് എവിടേക്കാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എവിടേക്കാണ് നോക്കാം. നമുക്ക് കാണാം ഇംഗ്ലണ്ട് ദേ കിടക്കുന്നു, കണ്ടോ? ഇംഗ്ലണ്ടിൻ്റെ സദേൺ റീജിയനിലാണ് സസെക്സ്, എസെക്സ് ഈസ്റ്റേൺ റീജിയനിൽ, വെസെക്സ് വെസ്റ്റേൺ റീജിയനിലുണ്ട്. അപ്പോൾ സദേൺ റീജിയനിലുള്ള 3 ആയേ, സാക്സൺസിൻ്റെ 3 ആയേ. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത്? എംഗിൾസിൻ്റെ ഈസ്റ്റ് ആംഗ്ലിയ, മേഴ്സിയ, നോർത്തംബ്രിയ. ഇത്രയും ആരുടെ കയ്യിലാണ്? ഇത്രയും നമ്മുടെ എംഗിൾസിൻ്റെ കയ്യിലാണ്. പിന്നെയുള്ള ഒരാൾ ഇതാ കിടക്കുന്നു, കെൻറ്റ് ഇതാ കിടക്കുന്നു. കെൻറ്റ് ഇവിടെയുണ്ട്. ബാക്കിയുള്ള ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്ന റീജിയൻസ് എല്ലാം തന്നെ കെൽസ്, അവരെല്ലാം തന്നെ നമ്മുടെ ഈ ആംഗ്ലോ-സാക്സൺസ് വന്നിട്ട് മാർജിനലൈസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി. റോമൻസും ബാക്കിയുള്ളവരും എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? കെൽസിനെ മാർജിനലൈസ് ചെയ്ത് ഒരു മൂലയ്ക്ക് ആക്കി വെച്ചേക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിലേക്ക് അവർ ചുരുക്കപ്പെട്ടു. കംപ്ലീറ്റ്ലി അവരാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അവർ ഒരു മാർജിനിലേക്ക് മാത്രമായിട്ട് അവർ ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. എന്തായാലും മൂവിങ് ഓൺ. ഓക്കെ, ഇൻ ദ കോഴ്സ് ഓഫ് ദ 6th century എ നമ്പർ ഓഫ് റാദർ അൺസ്റ്റേബിൾ കിങ്ഡംസ് എറോസ് ഇൻ ഇംഗ്ലണ്ട്. എന്തായാലും നമ്മുടെ അവിടുത്തെ ഭരണം എന്ന് പറയുന്നത്, ഈ കിങ്ഡംസിൻ്റെയൊക്കെ ഒരു രീതി എന്ന് പറയുന്നത്, അവയെല്ലാം ഭയങ്കര അൺസ്റ്റേബിൾ ആയിരുന്നു. അതിൽ നിന്ന് ഈ 7 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം വളരെ പ്രോമിനൻ്റ് ആയിട്ട് സുപ്രീമായിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? കെൻറ്റ്, നോർത്തംബ്രിയ, മേഴ്സിയ, പിന്നെ വെസെക്സ്. അപ്പോൾ 10th century ആയപ്പോഴേക്കും നമുക്ക് കാണാം
ബാക്കിയുള്ള എല്ലാ കിങ്ഡംസിനെയും ഓവർ പവർ ചെയ്തുകൊണ്ട് വെസ്സെക്സ് ബിക്കെയിം വൺ ഓഫ് ദ സുപ്രീം പവർ. വെസ്സെക്സിനാണ് അടുത്ത സുപ്രീം പവർ വരുന്നത്. ഓക്കെ, ദ അൾട്ടിമേറ്റ് പവർ അവസാനം വെസ്സെക്സിൻ്റെ കയ്യിലായി. 7 നിന്ന് 4 വന്നു. 4 നിന്നും ഏറ്റവും ടോപ്പിൽ വരുന്നത് വെസ്സെക്സ് ആണ്. ഓക്കെ, അപ്പം നോക്കാവുന്നവിടെ ആംഗ്ലോ സാക്സൺ ഹൈറാർക്കിയിൽ ഏറ്റവും അപ്പെക്സിൽ എവിടെ ആരൊക്കെയാണ് വരുന്നത്? കിങ്സാണ് വരുന്നത് അല്ലേ. കിങ്സും ക്വീനും വരുന്നുണ്ട്. പിന്നെ നോബിൾസ് ഉണ്ട്, നൈറ്റ്സ് ഉണ്ട്, പെസൻസ് ഏറ്റവും താഴെ അല്ലേ. നമുക്ക് കാണാം, കിങ്സ് ആൻഡ് ക്വീൻസ് വെയർ ദ ഗ്രേറ്റസ്റ്റ് ലോർഡ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് ഓൾ നോബിൾസ് ആൻഡ് നൈറ്റ്സ് വെയർ ദെയർ വാസൽസ്. അവരുടെ കിങ്ങിന് കീഴിലായിരുന്നു ബാക്കിയുള്ള നൈറ്റ്സും നോബിൾസും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് സ്ട്രാറ്റജി നമുക്കറിയാം, നോബിൾസ് ആണുള്ളത്. നോബിൾസ് വെയർ വാസൽസ് ഓഫ് കിങ്സ് ആൻഡ് ക്വീൻസ്. മെനി വെയർ ഓൾസോ ലോർഡ്സ് ഓഫ് ലോവർ റാങ്കിങ് നോബിൾസ് ആൻഡ് നൈറ്റ്സ്. പിന്നെയോ അവർക്ക് താഴെ വരുന്നതാണ് നൈറ്റ്സ് അല്ലേ. നൈറ്റ്സ് എന്ന് പറയുന്നത് ദേ സെർവ്ഡ് ദെയർ നോബിൾ ലോർഡ്സ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ലാൻഡ്. അവർക്ക് നൽകുന്ന ലാൻഡിന് പകരമായിട്ട് അവർ നോബിൾ ലോർഡ്സിനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഏറ്റവും താഴെ ഏറ്റവും അധികം അടിമത്തം അനുഭവിക്കുകയും ഏറ്റവും അധികം ക്രൂരതകൾ നേരിടേണ്ടി വരികയും ചെയ്തൊരു വിഭാഗമാണ് അവിടുത്തെ പെസൻസ് എന്ന് പറയുന്നത്, കർഷകരായിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരായ മനുഷ്യർ. ഓക്കെ, ഇതാണ് ഒരു ആംഗ്ലോ സാക്സൺ ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് വൈക്കിംഗ് ഇൻവേഷനാണ്. വൈക്കിംഗ് ഇൻവേഷനാണ് നമ്മൾ കണ്ടായിരുന്നു. വെസ്സെക്സ് ആണ് അക്കാലത്ത് ഉയർന്നു വന്നത് അല്ലേ. ഒരു അസെൻഡൻസ് ഓഫ് വെസ്സെക്സ് ആണ് നമുക്ക് കാണാൻ പറ്റി. ആൻഡ് അതിനുശേഷം വരുന്നത് ഇംഗ്ലണ്ടിനൊരു പുതിയ രീതിയിലൊരു ഹിസ്റ്ററിയാണ്. ദ പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് വാസ് എഫക്റ്റഡ് വിത്ത് ദ സീ ഫെയറിംഗ് സ്കാൻഡിനേവിയൻസ്. സ്കാൻഡിനേവിയൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് വൈക്കിങ്സ്, ഡെയിൻസ്, നോർസ്മെൻ, ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പാണ് ഈ സ്കാൻഡിനേവിയൻസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് വൈക്കിങ്സ്. ഓക്കെ, ഇവരെല്ലാം നമ്മൾ ഇംഗ്ലണ്ടിനെ പലപ്പോഴായിട്ട് ആക്രമിക്കുന്നുണ്ട് കേട്ടോ. ഇവരൊരു കോമൺ ഡേഞ്ചർ ആയിരുന്നു ആക്ച്വലി. ദിസ് കോമൺ ഡേഞ്ചർ compelled the Anglo-Saxon kingdoms to unite under the able leadership of King Egbert. കിങ് എഗ്ബർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന സ്കാൻഡിനേവിയൻസിനെതിരെ, പ്രത്യേകിച്ചും ഈ വൈക്കിങ്സിനെതിരെ, ഡാനിഷിനെതിരെ, ഡെയിൻസിനെതിരെ ഒരു കംപ്ലീറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അവർക്കൊരിക്കലും തന്നെ ഇംഗ്ലണ്ടിനെ പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. സോ കിങ് എഗ്ബർട്ട് എന്ന് പറയുന്നത് വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു റൂളറാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഡാനിഷ് അറ്റാക്ക് നടക്കുമ്പോൾ 836 AD 836 ഫസ്റ്റ് അറ്റാക്ക് നടക്കുമ്പോൾ കിങ് എഗ്ബർട്ടാണ് അധികാരത്തിലുള്ളത്. അദ്ദേഹം എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൊടുക്കുകയും നല്ലൊരു ഫൈറ്റ് കൊടുക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്നൊരു റൂളർ എന്ന് പറയുന്നത് എഗ്ബർട്ടിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള കിങ് ആൽഫ്രഡ് ആണ്. കിങ് ആൽഫ്രഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഹി ഡിഫീറ്റഡ് ദ ഡെയിൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് എഡിങ്ടൺ ആൻഡ് ഹി ട്രൈഡ് ടു കെപ് ദം അറ്റ് ബേ ബൈ ഷെയറിങ് ഇംഗ്ലണ്ട് വിത്ത് ദം. ഇംഗ്ലണ്ടിൻ്റെ കുറച്ച് റീജൻസ് അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു പോളിസിയാണ് ഇദ്ദേഹം എടുത്തത്. സോ ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ഇൻ AD 878 അവരൊരു കരാറ് ഒപ്പുവെക്കുന്നുണ്ട്, ഒരു ഉടമ്പടി വയ്ക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ട്രീറ്റി ഓഫ് വെഡ്മോർ. ട്രീറ്റി ഓഫ് വെഡ്മോർ എന്ന് പറഞ്ഞിട്ടൊരു കരാറിൽ ഒപ്പിടുന്നുണ്ട്. ഏത് ഇയറിലാണ്? 878. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തത്, അതിലൂടെ ആ ഒരു ട്രീറ്റിയിലൂടെ ഒരു ഡിവൈഡിങ് ലൈൻ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിവൈഡിങ് ലൈൻ ഡെയിൻസിനെയും ഇംഗ്ലീഷ് പീപ്പിളിനെയും തമ്മിൽ വേർതിരിക്കാനായിട്ട്. സോ അറ്റാക്ക് ചെയ്ത് കയറി വന്ന ഡെയിൻസിന് അവരവിടെ അഭയം കൊടുക്കുന്ന പോലെയാണിപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവിടെ താമസിച്ചോളാൻ അനുവാദം കൊടുക്കുകയാണ് ഇപ്പോൾ. കണ്ടില്ലേ? അപ്പോൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ, സോ ഹിയർ കംസ് എ ഡിവൈഡിങ് ലൈൻ ദാറ്റ് വാസ് ഡ്രോൺ ഫ്രം ചെസ്റ്റർ ടു ലണ്ടൻ. ചെസ്റ്റർ എന്ന റീജിയൻ മുതൽ ലണ്ടൻ വരെ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലൈൻ കൊണ്ടുവരുന്നുണ്ട്. സോ ദ ഡെയിൻസ് വേ അലൗഡ് ടു ഓക്കുപ്പൈ ദ ടെറിട്ടറി നോർത്ത് ഓഫ് ദിസ് ലൈൻ. ഈ ഒരു ലൈൻ്റെ നോർത്ത് റീജിയനിൽ ഡെയിൻസിന് താമസിക്കാം എന്നൊരു ഉടമ്പടിയാണ് വരുന്നത്. സോ ദിസ് ഏരിയ ഗ്രാജുവലി ബിക്കെയിം നോൺ ആസ് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഡെയിൻ ലോ. ഡെയിൻ ലോ എന്നറിയപ്പെടുന്ന ഒരു റീജിയനായിട്ട് അങ്ങ് മാറി. ഓക്കെ, സോ ദ ഡാനിഷ് വൈക്കിങ്സ് ഹാഡ് കോൺകേർഡ് എ ലാർജ് പാർട്ട് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇംഗ്ലണ്ട് ആൻഡ് King Alfred allowed them to stay there. And these people created a confederation of Scandinavian communities during this in relation with this dividing line. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് ഡെയിൻ ലോ. ഓക്കെ, അത് ഏത് ട്രീറ്റി വെച്ചിട്ടാണ് വരുന്നത്? അത് ട്രീറ്റി ഓഫ് വെഡ്മോർ ആണ്. അത് ഏത് ഇയറിലാണ്? AD
878 ട്രീറ്റി ഓഫ് വെഡ്മോർ. ഓക്കെ, അപ്പോൾ എന്തായാലും കിങ് ആൽഫ്രഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എടുക്കുമ്പോൾ. അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഈ കിങ് ആൽഫ്രഡിൻ്റെ സക്സസേഴ്സ് എല്ലാം തന്നെ ദേ റീകോൺകോർഡ് ദ ഡെയിൻ ലോ ഇൻ ദ 10th century. 10th century ഒക്കെ ആകുമ്പോഴേക്കും ഇവർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഏരിയ എന്നുള്ള രീതിയിൽ തിരിച്ചു പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പിന്നീട് സംഭവിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അത് നമുക്ക് പറയാം എന്താണ് മണ്ടത്തരം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ. ദേ കിങ് ആൽഫ്രഡ് ഇവിടെ ഉണ്ട്, കണ്ടോ നിങ്ങൾ? കിങ് ആൽഫ്രഡിനെ കണ്ടോ? കിങ് ആൽഫ്രഡ് ഇതായിരിക്കുന്നു. വൈക്കിങ്സിൻ്റെ ഡിഫറെൻറ്റ് പിക്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ദേ വേ സീ ഫെയറേഴ്സ്, കണ്ടില്ലേ? ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് കാണാം ഒരു വലിയ മണ്ടത്തരം ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഒരു ഫ്രൈഡേ, അതായത് 13th November 1002 AD ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. സെൻറ്റ് റൈസസ് ഡേ എന്നൊരു ആഘോഷ ദിവസത്തിൽ, ഒരു പ്രത്യേക ദിവസത്തിൽ, വിശേഷ ദിവസത്തിൽ അന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിരുന്ന, വെസെക്സിൻ്റെ കിങ് ആയിരുന്ന കിങ് ഈഥൽറെഡ് എന്ത് ചെയ്യുന്നു, ആ ഒരു ഡെയിൻ ലോ റീജിയനിൽ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യുന്നു. ഒരു പ്രകോപനവും ഇല്ലാതെ ഫൂളിഷ് അറ്റാക്ക് നടത്തുന്നു ഡെയിൻസിൻ്റെ മേലെ. അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് പേരെ കൊന്നൊടുക്കി. എ കൈൻഡ് ഓഫ് ജീനോസൈഡ് വാസ് ഹാപ്പനിങ് ദെയർ. മെസാക്ർ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു റീജിയനെ കംപ്ലീറ്റ് ആയിട്ടും പിടിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അത് പറ്റിയതുമില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിന് എന്ത് ചെയ്തു, കിങ് ഓഫ് ഡെൻമാർക്ക് വന്ന് അറ്റാക്ക് ചെയ്യുകയും ആ ഒരു റീജിയൻ കംപ്ലീറ്റ് ആയിട്ടും ഇംഗ്ലണ്ടിനെ തന്നെയും ഡെൻമാർക്കിന് കീഴിൽ, ഡെൻമാർക്കിലെ കിങ് ആയിട്ടുള്ള സ്പെയിൻ എന്ന് പറയുന്ന ആളുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. SWEYN, സ്പെയിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. സോ ഈ ഒരു ഈഥൽറെഡിൻ്റെ ഫൂളിഷ് അറ്റാക്ക് കാരണം ഇറ്റ് ബ്രോട്ട് ഇംഗ്ലണ്ട് അണ്ടർ ദ സ്വേ ഓഫ് സ്പെയിൻ. ഏതൊരു പീരീഡ് മുതൽ ഏത് പീരീഡ് വരെ എന്നൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് കിങ് ഓഫ് ഡെൻമാർക്കാണ്. പിന്നീട് സ്പെയിൻസ് സൺ കന്യൂട്ട് റൂൾഡ് ഇംഗ്ലണ്ട് ഫ്രം AD 1017 to 1035. അപ്പോൾ സ്വെയിന് ശേഷം അയാളുടെ മകനായ കന്യൂട്ടും ഇംഗ്ലണ്ട് ഭരിച്ചു. അതിനുശേഷം എന്താ കണ്ടത്, ഇൻ AD 1042, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കന്യൂട്ട്സ് സൺ, ദ ഒപ്രസീവ് കിങ് ഹാഡി കന്യൂട്ട്, the line of the West Saxon kings was restored from AD 1042 to 1066, when Ethelred's son Edward the Confessor was chosen as the king. നമുക്ക് കാണാം, സ്വെയിൻ ഉണ്ടായിരുന്നു. സ്വെയിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ കന്യൂട്ട് വരുന്നുണ്ട്. കന്യൂട്ടിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഭയങ്കര ഒപ്രസീവായിട്ടുള്ള കിങ് ആയിരുന്നു ഹാഡി കന്യൂട്ട്. ഹാഡി കന്യൂട്ടിനോട് കൂടി ആ ഒരു ലൈൻ ഓഫ് സക്സഷൻ അങ്ങ് നിന്ന് പോവുകയും അതോടുകൂടി എന്ത് ചെയ്യുന്നു, പിന്നെ വെസ്റ്റ് സാക്സണിലെ അല്ലെങ്കിൽ വെസ്റ്റെക്സിലെ കിങ്ങിനെ തന്നെ നമ്മൾ തിരിച്ച് റിസ്റ്റോർ ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഈഥൽറെഡ് ഫൂളിഷ് അറ്റാക്ക് നടത്തിയ ഈഥൽറെഡില്ലേ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള എഡ്വേർഡിനെ അടുത്ത കിങ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈഥൽറെഡ് ഒരു ഫൂളിഷ് അറ്റാക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു രാജ്യം ഇംഗ്ലണ്ട് തന്നെ ഡെൻമാർക്കിന് കീഴിലാവുന്നു. ഡെൻമാർക്കിലെ അന്നത്തെ കിങ്ങും ആയിരുന്നു സ്വെയിൻ എന്ന് പറയുന്നത്. സ്വെയിനൊരു മകനുണ്ട് കന്യൂട്ടും ഇംഗ്ലണ്ട് ഭരിച്ചു. അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, കന്യൂട്ടിൻ്റെ മകനായിട്ടുള്ള ഹാഡി കന്യൂട്ട് വരുന്നുണ്ട്. ഹാഡി കന്യൂട്ടോടു കൂടി ആ ഒരു ഡെൻമാർക്കിൻ്റെ ആധിപത്യം കഴിയുകയും അവിടേക്ക് പഴയ വെസ്റ്റെക്സിൻ്റെ കിങ് ആയിട്ടുള്ള അവരുടെ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ ഓഫ് സക്സഷൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് എഡ്വേർഡ് ദ കൺഫെസർ എന്ന് പറയുന്ന കിങ്ങിനെയാണ് അവർ തിരിച്ച് റിസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അച്ഛൻ ചെയ്ത ഫോളിഷ്നെസ്സിനെ അതിനെയൊക്കെ പരിഹരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാണ് എഡ്വേർഡ് വരുന്നത് കേട്ടോ. എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സംഭവിച്ചത്, അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഈഥൽറെഡ് നടത്തിയ ഫൂളിഷ് അറ്റാക്കില്ലേ, അതിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് പേരന്ന് മരിച്ചു. ഒത്തിരി ഡെയിൻസിനെ അവരന്ന് കൊന്നൊടുക്കി. അപ്പോൾ ആ ഒരു റീജിയനിൽ എക്സ്കവേഷൻ നടത്തിയപ്പോൾ കിട്ടിയ അസ്ഥികൂടങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു റീജിയനിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം.
സാക്സൺ എയർ ആയിട്ടുള്ള എഡ്വേർഡ് ദ കൺഫെസർ വരുന്നുണ്ട് അല്ലേ. എഡ്വേർഡ് ദ കൺഫെസർ റെസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമുക്ക് കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ എഡ്വേർഡ് unwittingly prepared the way for the Norman conquest. He introduced Norman nobles into high state offices and left behind a disputed succession. അച്ഛനെ പോലെ തന്നെയായിരുന്നു മകനും. എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെന്നെങ്കിലും കൊണ്ടുവരും. ഓക്കെ, എന്താ നടക്കുന്നതെന്ന്. നോർമൻ കോൺക്വസ്റ്റ് വലിച്ച് തലയിൽ വയ്ക്കുന്നതിന് തുല്യമായിരുന്നു അദ്ദേഹം ചെയ്ത ആക്ട്. അതായത് നോർമൻ നോബിൾസിനെ ഹൈ ഓഫീസസിലെല്ലാം നിയമിച്ചു. അപ്പോൾ അവരെന്ത് കണ്ടു, അവർ പവറിലങ്ങ് ആകൃഷ്ടരാകുകയും ഓക്കെ കംപ്ലീറ്റ് ഓഫീസും പിടിച്ചെടുക്കാം, പവർ തന്നെ കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കാം എന്ന റീജിയനിലേക്ക് ആ ഒരു രീതിയിലേക്ക് അവർ പോവുകയും ചെയ്തു. അങ്ങനെ റീജിയനെ ഒരു ഡേഞ്ചറിലേക്കാണ് രാജാവ് തള്ളിവിടുന്നത്. അപ്പോൾ എന്തായാലും ഈ എഡ്വേർഡിൻ്റെ മരണത്തിന് ശേഷം ഹെറോൾഡ് വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹെറോൾഡ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനല്ല, ഒരു ഇംഗ്ലീഷ് നോബിൾമാൻ്റെ മകനാണ് കേട്ടോ. സൺ ഓഫ് ദ മൈറ്റിയസ്റ്റ് ഇംഗ്ലീഷ് നോബിൾമാൻ ആൻഡ് ഹി വാസ് ചോസൺ ടു ബിക്കം കിങ് ഹെറോൾഡ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ there was a sibling rivalry between Harold and his brother Tostig. ഹെറോൾഡും ടോസ്റ്റിഗും തമ്മിൽ ഭയങ്കരമായ റൈവൽറി ആയിരുന്നു, ഭയങ്കരമായ പ്രശ്നങ്ങളാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ കുട്ടനും മുട്ടനും ഇടികൂടുമ്പോഴേ എപ്പോഴും പുറമേ നിന്ന് ചോര കുടിക്കാനൊരു കുറുക്കനുണ്ടാവും അല്ലേ. അത്തരത്തിൽ വന്നൊരു കുറുക്കനാണ് ആര്, നോർമൻഡി എന്ന് പറയുന്ന റീജിയനിൽ നിന്നുള്ള ഡ്യൂക്ക്. സോ ദ ഡ്യൂക്ക് ഓഫ് നോർമൻഡി ആൻഡ് ദ കിങ് ഓഫ് നോർവേ claimed the English throne too. So both of them attacked England almost simultaneously in 1066. ഡ്യൂക്ക് ഓഫ് നോർമാൻഡിയും അതുപോലെ കിങ് ഓഫ് നോർവേയും ഇംഗ്ലീഷ് ത്രോണിൽ അധികാരവും അല്ലെങ്കിൽ അവകാശം ചോദിച്ചു വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഹെറോൾഡിന് ഈ നോർവേയിലുള്ള പീപ്പിളിനെ അയാൾക്ക് തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്, കിങ് ഹെറോൾഡിന് തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തു പറ്റി, വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡിയോട് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് എന്തു പറ്റി, അവസാനം ഹി വാസ് ഡിഫീറ്റഡ് ആൻഡ് വാസ് കിൽഡ് ബൈ വില്യം ഓഫ് നോർമാൻഡി. സോ ആ ഒരു ബാറ്റിലിനെ നമ്മൾ വിളിക്കുന്നത് ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് എന്നാണ്. അത് നടക്കുന്നത് ഒരു ഒക്ടോബർ 1066 ആ ഒരു പീരീഡിലാണ്. 1066 നോർമൻ കോൺക്വസ്റ്റ് നടക്കുന്നതെന്ന് ഓർക്കുക. നടത്തിയത് ആരാണ്, വില്യം ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡിയാണ്. ഹി ഈസ് അതർവൈസ് നോൺ ആസ് വില്യം ഓഫ് നോർമാൻഡി. സോ ഇതോടുകൂടി ഹാരൾഡിനെ കൊന്നതോടുകൂടി ആ ഒരു സക്സഷൻ ഉണ്ടല്ലോ, വെസെക്സ് ലൈൻ ഓഫ് സക്സഷൻ, അത് കംപ്ലീറ്റ്ലി എൻഡ് ആവുന്നുണ്ട് ഇവിടെ. സോ ഹിയർ കംസ് ദ നോർമൻ റൂൾ അല്ലേ. നോർമൻ റൂളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ എന്തായാലും ഇന്നത്തേക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇനി പറയാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പീരീഡിൽ നമ്മൾ ലിറ്ററേച്ചർ പോർഷൻ ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലിറ്ററേച്ചറോടൊന്ന് പറഞ്ഞ് നിർത്താം. ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. ദ ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ആംഗ്ലോ-സാക്സൺ ഈസ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ ഇന്ന് കാണുന്ന ഇംഗ്ലീഷിൻ്റെ ഒരു പ്രാചീന രൂപം എന്ന് പറയുന്നത് ഈ ഓൾഡ് ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ ആംഗ്ലോ-സാക്സൺസിൻ്റെ ഇംഗ്ലീഷാണ്. അത് ഏതൊരു പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാണ്, AD 600 to about 1100 അതുവരെയുള്ളൊരു പീരീഡിലാണ് നമുക്ക് ആംഗ്ലോ-സാക്സണിൽ ലിറ്ററേച്ചർ കാണാൻ പറ്റുന്നത്. എന്തായാലും ബേസിക്കലി ഇവർ പേഗൻസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചറും ബേസിക്കലി നേച്ചറിന് റിലേറ്റ് ചെയ്താണ്. സോ പേഗനിസമാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. സോ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആംഗ്ലോ-സാക്സൺ ലിറ്ററേച്ചർ ഓർ ദ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയം വാസ് ബിയോൾഫാണ് ഫസ്റ്റ് ഇംഗ്ലീഷ് ഗ്രേറ്റ് എപ്പിക് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് ഇംഗ്ലീഷ് എപ്പിക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വാസ് written by an author but his name is anonymous. ഒരു അനോണിമസ് ഓഥറാണുള്ളത്. ഏകദേശം 3182 ലൈൻസാണ് ഈ ഒരു കാവ്യത്തിന് ഉള്ളത്. പിന്നെ ബിയോൾഫ് പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് കൂടെ നമുക്ക് നോക്കാം. അത് വിറ്റ്സിറ്റ്, ജെനസിസ് A, ജെനസിസ് B, എക്സോഡസ്, ദ വാണ്ടറർ, ദ സീഫെയറർ, വൈഫ്സ് ലാമെൻറ്റ്, ഹസ്ബൻഡ്സ് മെസ്സേജ്, ക്രൈസ്റ്റ് ആൻഡ് സേറ്റൻ, ഡാനിയൽ, Andreas, Gutluck, The Dream of the Rood, The Battle of Malden. ഇങ്ങനെ കുറച്ച് വർക്ക്സൊക്കെ ഈ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇതൊക്കെ. ഓക്കെ, എന്തായാലും ദ 2 ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് പോയിട്രി വെയർ ആരൊക്കെയാണ്, സൈൻയൂൾഫ് ആൻഡ് കാഡ്മൻ. സൈൻയൂൾഫ് എഴുതിയിട്ടുള്ള വളരെയധികം റിലീജിയസ് പോയംസ് ആണ്. അതുപോലെ അദ്ദേഹം മറ്റ് 4 പോയംസും കൂടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, ജൂലിയാന,
ദ ഫെയ്റ്റ്സ് ഓഫ് ദ അപ്പോസിൽസ്, ക്രൈസ്റ്റ് ആൻഡ് എലീൻ. ഈ 4 വർക്ക്സ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ കാഡ്മൻ്റെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഹൈം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് നെയിമാണ് കിങ് ആൽഫ്രഡ്. കിങ് ആൽഫ്രഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹീ ഈസ് നോട്ട് ടു ബി ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പ്രോസ്. ഇംഗ്ലീഷ് പ്രോസിനെ വളരെയധികം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന മനുഷ്യനാണ് കിങ് ആൽഫ്രഡ്. ഹി ഗേവ് എ ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻസ് ടു ഇംഗ്ലീഷ് പ്രോസ്. So he enriched Old English prose with his translations, especially the work of Venerable Bede. Venerable Bedeൻ്റെ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്നൊരു വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് കിങ് ആൽഫ്രഡ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാരാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹി ഈസ് ഫേമസ് ഫോർ ഹിസ് വർക്ക് ഗ്രാമർ, ഹോമിലീസ്, ദ ലൈവ്സ് ഓഫ് ദ സെയിൻസ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഏതൊക്കെയാണ്? ഗ്രാമർ, ഹോമിലീസ്, ലൈവ്സ് ഓഫ് ദ സെയിൻസ്. പിന്നെ എന്ത് ഓർത്തിരിക്കണം? അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻസ് കൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചറിൽ അറിഞ്ഞിരിക്കേണ്ട വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം ദ അറൈവൽ ഓഫ് ക്രിസ്ത്യാനിറ്റിയും കൂടെ അറിഞ്ഞിരിക്കണം. അത് നമ്മളിനി പറയും. സോ ഇതിൻ്റെ കൂടെ അതായത് ലിറ്ററേച്ചറിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് 4 മാനുസ്ക്രിപ്റ്റ്സ്. ഓക്കെ, ഈ 4 മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വെഴ്സലി ബുക്ക്, 2 ബിയോൾഫ് മാനുസ്ക്രിപ്റ്റ്, 3 ജൂനിയസ് മാനുസ്ക്രിപ്റ്റ്, 4th എന്ന് പറയുന്നത് എക്സീറ്റഡ് ബുക്കാണ്. വെഴ്സലി ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഓൾഡ് ഇംഗ്ലീഷ് പോയിട്രിയിൽ ഒത്തിരി വർക്ക്സ് കാണാൻ പറ്റും. ഇത് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത് വെഴ്സലി ലൈബ്രറിയിൽ നിന്നാണ്. ഇറ്റലിയിലെ വെഴ്സലി ലൈബ്രറിയിൽ നിന്നാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ബിയോൾഫ് എന്ന് പറയുന്ന വർക്ക് നമുക്ക് കിട്ടിയ ആ ഒരു മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, മാനുസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കൈയെഴുത്ത് പ്രതിയാണ് കേട്ടോ. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ജൂനിയസ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, അഥവാ മറ്റൊരു പേരാണ് കോഡെക്സ് ജൂനിയസ്. ജൂനിയസ് മാനുസ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു പേരാണ് കോഡെക്സ് ജൂനിയസ്. ഇതിൽ ഏകദേശം ഒരു 4 ലോങ് ഫോം ഓഫ് റിലീജിയസ് പോയിംസ് ആണ് ഉള്ളത്. ഇറ്റ് വാസ് പ്രിസർവ്ഡ് അറ്റ് ഓക്സ്ഫോർഡ് ബോദ്ലിയൻ ലൈബ്രറി. ഓക്സ്ഫോർഡിലെ ബോദ്ലിയൻ ലൈബ്രറിയിലാണ് ഇത് ഉള്ളത്. പിന്നെ എക്സീറ്റർ ബുക്കിൻ്റെ മറ്റൊരു പേരാണ് കോഡെക്സ് എക്സോണിയൻസിസ്. കോഡെക്സ് എക്സോണിയൻസിസ് ഏകദേശം 131 പേജ് വരുന്ന ഒരു മാനുസ്ക്രിപ്റ്റാണിത്. ഇതിൽ മൊത്തം നരറ്റീവ് പോയിംസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ റിഡിൽസ് ഉണ്ട്, എലിജീസ് ഉണ്ട്. എന്തായാലും ഇത് പ്രിസർവ് ചെയ്തിരിക്കുന്നത് എക്സീറ്റർ കത്തീഡ്രലിലാണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സ് അല്ലേ. അക്കാലത്തെ ആർട്സിനെ കുറിച്ചും ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തരുന്ന വർക്ക്സാണ് ഈ പറഞ്ഞ മാനുസ്ക്രിപ്റ്റ്സ്. അന്ന് അച്ചടിയൊന്നും ഇല്ല, സോ കയ്യെഴുത്ത് പ്രതികളാണ് ഉള്ളത്. ഓക്കെ, എന്തായാലും മൂവിങ് ഓൺ, നമുക്കിനി ക്രിസ്ത്യാനിറ്റിയും കൂടെ പറഞ്ഞ് നിർത്താം. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി റീച്ച്ഡ് ഇംഗ്ലണ്ട് ഫ്രം അയർലൻഡ് ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി ഫ്രം റോം. ഓക്കെ, റോമിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് എത്തിയത് അയർലൻഡ് വഴിയാണ്. അപ്പോൾ റോമിൽ നിന്നും ആദ്യം അയർലൻഡിലേക്ക് എത്തി, അയർലൻഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തി. എന്തായാലും 6th സെഞ്ച്വറിയിലാണ് ഇത് സംഭവിക്കുന്നത്. It played a highly important role in establishing medieval society and in developing a statehood in England. ഓക്കെ, ഇംഗ്ലണ്ടിലെ സ്റ്റേറ്റ്ഹുഡിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒന്നാണ് ഈ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി. എന്തായാലും സെൻറ്റ് അഗസ്റ്റിൻ്റെ മിഷൻ ഓർത്തിരിക്കണം. AD 597 അദ്ദേഹത്തിൻ്റെ ഒരു മിഷൻ വരുന്നത്. ഓക്കെ, പിന്നീട് ഗ്രാജ്വലി നമുക്കൊരു ഈ പറഞ്ഞ സെൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹം നമുക്ക് ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിട്ട് വരുന്നുണ്ട്. സെൻറ്റ് അഗസ്റ്റിനാണ് ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് കാണാം AD 681 ആയപ്പോഴേക്കും കംപ്ലീറ്റ്ലി ഇംഗ്ലണ്ട് മൊത്തമായിട്ടും ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ആവുകയും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ക്രിസ്ത്യൻസ് ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഈ റിലീജിയൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോർത്തംബ്രിയൻ സ്കൂൾസ്, അതുപോലെ മൊണാസ്ട്രീസ് ജാരോയിലും വിറ്റ്ബിയിലും ഒക്കെ സ്ഥാപിച്ചു. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇംഗ്ലണ്ടിൽ പിന്നീട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ഈ ആംഗ്ലോ സാക്സിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു, അവരുടെ ലിറ്ററേച്ചർ പറഞ്ഞു, അവരുടെ സോഷ്യൽ ലൈഫ് പറഞ്ഞു, പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അറൈവൽ പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആംഗ്ലോ സാക്സൺ ആ ഒരു ലൈൻ ഓഫ് സക്സഷൻ എങ്ങനെയാണ് സ്റ്റോപ്പായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് അങ്ങോട്ട് സംഭവിക്കുക, ആ ഒരു നോർമൻ റൂൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്കിനി കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ നമ്മുടെ ആ ഒരു ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.